ഈ ഓണത്തിന് മികച്ചൊരു കോമഡി എന്റർടൈനർ ഒരുക്കിക്കൊണ്ട് ഒമർ ലുലുവിന്റെ ഡയറക്ഷനിൽ റഹ്മാൻ കേന്ദ്ര കഥാപാത്രത്തിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായ ബഡ് ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ ഇന്ന് തിയേറ്ററിലെത്തിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചിത്രത്തിലെ ആദ്യ ഷോ കേരളത്തിലെ തിയേറ്ററിൽ നിന്ന് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുമ്പോൾ ചിത്രത്തിന്റെ ഫസ്റ്റ് റിവ്യൂ ആണ്. അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സ് ഉൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. റഹ്മാൻ, ബിബിൻ ജോർജ്, ആൻസൺ പോൾ, സെന്തിൽ, ഷീലു ഇബ്രാഹിം തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രമാക്കി ഒമർ ലുലു ഡയറക്ട് ചെയ്തിരിക്കുന്ന ചിത്രമാണ് ബഡ് ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ. എന്നൊക്കെ പേര് പോലെ തന്നെ ചിത്രം ഒരു മികച്ച ഒരു കോമഡി അല്ലെങ്കിൽ കളർഫുൾ എന്റർടൈൻമെന്റ് ആയിട്ട് മാറുന്ന കാഴ്ചയാണ് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആബ മൂവീസിന്റെ ബാനറിൽ എബ്രഹാം മാത്യു ആണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ആന്റപ്പൻ എന്ന് പറയുന്ന കഥാപാത്രത്തിലുള്ള റഹ്മാൻ അഴിഞ്ഞാട്ടം തന്നെയാണ് ആജ് ഫാദർ ഇപ്പോൾ കാണാൻ സാധിച്ചിരിക്കുന്നത് തന്നെയാണ് പറയാൻ സാധിച്ചിരിക്കുന്നത്. ചിത്രം പ്രഷർ ഇരു കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു കാഴ്ച തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നൊക്കെയാണ് ചിത്രത്തിൽ ഓരോ ക്യാരക്ടറുകളും വലിയ രീതിയിലുള്ള ഇമ്പോർട്ടന്റ് കൊടുത്ത് മികച്ച രീതിയിൽ തന്നെ ഒരു കളർഫുൾ എന്റർടൈനർ ആയിട്ട് മാറ്റിയിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പൊ അറിയാൻ സാധിച്ചിരിക്കുന്നത്. ബഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ ഗുഡ് ബോയ്സ് എന്ന് പറയുന്ന രീതിയിൽ തന്നെ ചിത്രത്തിന്റെ ആദ്യ ഭാഗം അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ കിട്ടിയ റെസ്പോൺസുകൾ എന്തൊക്കെയാണ് സെക്കൻഡ് ഹാഫിലാണ് ചിത്രത്തിൽ കൂടുതൽ സംഘർഷഭരിതമായിട്ടുള്ള നിമിഷങ്ങൾ വരാൻ സാധ്യതയുള്ളതെന്നാണ് പ്രേക്ഷകർ പറഞ്ഞത്. എന്തൊക്കെയാണ് പൂർണ്ണമായിട്ടുള്ള റിവ്യൂവിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ആദ്യ ഭാഗം കഴിയുമ്പോൾ ഗംഭീര അഭിപ്രായങ്ങൾ തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതേ അഭിപ്രായം ചിത്രം തുടർന്ന് നേടിയെടുക്കാൻ സാധിച്ച ചിത്രം ഈ ഒരു വർഷത്തെ മറ്റൊരു വിജയ ചിത്രമായിട്ട് മാറുന്നതിന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തൊക്കെയാണ് കാത്തിരിക്കാം ബഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമയുടെ സെക്കൻഡ് ഹാഫിനായിട്ട്. അപ്പൊ ബഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ എത്ര പേരാണ് ദിവസം തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.